കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡയറ്റ് നോക്കുന്നവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്, ഹെൽത്തി സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്കാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം. നമ്മൾ ഗോതമ്പ് ഉണക്കി പൊടിച്ചതോ ഇനി പാക്കറ്റിലുള്ള നല്ല പൊടികളായാലും എന്തായാലും മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് വെള്ളം ചേർത്ത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെ മതി കേട്ടോ. ഉപ്പ് പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ വെള്ളത്തിൽ അല്പം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുഴച്ചെടുത്തു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ വലിയ ബോളുകളാക്കി എടുക്കാം. ഷേപ്പൊന്നും വേണമെന്നില്ല, എന്നാൽ വെള്ളം കൂടാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇതേപോലെ കുറച്ച് ബോളുകളാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ബോൾസുകൾ വേണമെങ്കിലും ആക്കാം, വലിയതാണെങ്കിലും ആക്കാം കേട്ടോ. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ അല്പം കൂടി വെള്ളം കൂടാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് പരത്തില്ലേ, ആ പരുവത്തിൽ തന്നെ വേണം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളപ്പിക്കണം. ഒരു പാനിലോ ഒരു കടായിലോ എന്തിൽ വേണമെങ്കിലും. ഞാനിവിടെ ഈസി ആയിട്ടൊരു സാധാരണ ഒരു സ്റ്റീൽ ചെമ്പിലാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചത്. നമ്മൾ ഉപ്പ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കണില്ല. ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു മാവിൽ. ഇല്ലെങ്കിൽ ഇതിലേക്കൊരു അല്പം ഉപ്പ് ചേർക്കണം. നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബോൾസിൻ്റെ മേളിലായിരിക്കണം കേട്ടോ വെള്ളം. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ തിളച്ച് വരുമ്പോഴും ഈ ബോൾസൊന്നും മേളിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ മേൽഭാഗം വെന്ത് കിട്ടില്ല. ഗോതമ്പല്ലേ, കുറച്ച് സമയം വേവിച്ചെടുക്കേണ്ടതല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരല്പ സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ വെള്ളമൊക്കെ പാകമായി നല്ല ടൈറ്റ് ബോൾസ് ആയതുകൊണ്ട് തന്നെ ഒന്നും വെള്ളത്തിൽ കലങ്ങിയിട്ടില്ല. ഒരല്പ സമയം കഴിഞ്ഞ് നമുക്കതൊന്ന് വേവിച്ച് കോരിയെടുക്കാം. ഒരു സ്പൂണോ ചെറിയ കമ്പിയൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. എന്നിട്ട് നമുക്കിതിലെ വെള്ളമെല്ലാം വാരാനായിട്ട് വെക്കണം കേട്ടോ. ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തണിയാനായിട്ട് വെക്കണം. ബോൾസുകളെല്ലാം തണിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. ചെറിയ പീസുകളാക്കി ഇതേപോലെ കട്ട് ചെയ്തു. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നീളത്തിൽ വേണമെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തു. കുറച്ച് തണിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒന്ന് വറുത്തിടണം കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പം ഒരല്പം പരിപ്പും കുറച്ച് ഉഴുന്ന് പരിപ്പും ഒരല്പം അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഒന്ന് പൊട്ടി ഒന്ന് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ. അതിനുശേഷം വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളിയോ സവോളയോ നൈസായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് വെള്ളം വേണമെങ്കിൽ ഈ ടൈമിൽ തളിച്ചു കൊടുക്കാം. ഉപ്പ് കറക്റ്റായിരുന്നു. നല്ല പോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സൂപ്പർ സ്നാക്കാണേ. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.